മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ ഇപ്രകാരമാണ് നാം കാണുന്നത്. അന്ന് തന്നെ സബദി പുത്രന്മാരുടെ അമ്മ തൻ്റെ പുത്രന്മാരെയും കൂട്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ച് അവനോടൊരു അപേക്ഷ കഴിച്ചു. യേശു അവളോട്, നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് ആ മാതാവ് ഇപ്രകാരം പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ പുത്രന്മാർ ഇരുവരും, ഒരുവൻ വലതും ഒരുവൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് അപേക്ഷിച്ചു. വളരെ വേഗത്തിൽ തന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുവാൻ സാധ്യതയുള്ള ഒരു പാസേജ് ആണ് ഈ മത്തായി സുവിശേഷം 20-ാം അധ്യായം 20 തുടങ്ങിയ വാക്യങ്ങൾ. എന്നാൽ തന്നെ വളരെ ഹാസ്യസമ്പുഷ്ടമായ, വളരെ അർത്ഥവത്തായ ചില ചിന്തകൾ ഈ മാതാവിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പരിമിതമായ ഭാഗങ്ങളിൽ മാത്രമേ ഈ മാതാവിനെ കുറിച്ച് നാം കാണുന്നുള്ളൂ. വലിയ സ്വപ്നങ്ങളുള്ള ഒരു മാതാവ്, തൻ്റെ മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള ഒരു മാതാവ്, വലിയ സ്വപ്നങ്ങൾ മെനയുന്ന, ചിന്തിക്കുന്ന, ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ നമ്മളുടെ ചുറ്റും നമുക്ക് കാണുവാൻ കഴിയും. അത് നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്നത്തെ ലോകം ആഗ്രഹങ്ങളുടെ നിറവേറ്റലിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ ഓട്ടത്തിന്റെ നടുവിൽ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ ഓരോരുത്തരും. സബദിപുത്രന്മാരുടെ മാതാവിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. തലമുറകളെ കുറിച്ച് ആ സ്വപ്നങ്ങളുമായി കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നു. നമുക്ക് താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അത്ര സുഖകരമല്ല താഴോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ പിടുന്നനെ ആ മാതാവിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 3 ചിന്തകൾ ഈ മാതാവിൽ നിന്ന് നമുക്ക് പഠിപ്പാനുണ്ടെന്ന് എനിക്ക് എൻ്റെ മെഡിറ്റേഷന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വചനം നിങ്ങൾക്ക് തുറന്നു തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുവിലേക്ക് യേശു തൻ്റെ 12 ശിഷ്യന്മാരുമായി കടന്നു പോകുമ്പോൾ തൻ്റെ അവസാന സമയങ്ങളെ കുറിച്ച് താൻ കാണിച്ചു കൊടുക്കപ്പെടുവാൻ പോകുന്നു, പിടിക്കപ്പെടുവാൻ പോകുന്നു, ക്രൂശിക്കപ്പെടുവാൻ പോകുന്നു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊക്കെ ശിഷ്യന്മാരോട് വളരെ ആധികാരികമായി ഗൗരവമായി പങ്കുവെച്ച അന്ന് സബദിപുത്രന്മാരുടെ അമ്മ അവന്റെ അടുക്കൽ കടന്നു വന്നു. ദൈവവചനത്തിലെ ഓരോ ആശയങ്ങളും നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തിന് ഓരോ പാത്തുകളാണ്, ഗൈഡ് ലൈൻസുകളാണ്. ഇതെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള വഴികളിൽ നിയന്ത്രിക്കുവാൻ, നടിപ്പിക്കുവാൻ കഴിയുന്ന വളരെയധികം ആശയങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഈ സബദിപുത്രന്മാരുടെ മാതാവിൽ നിന്ന് പഠിപ്പാനുള്ള ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് തൻ്റെ തലമുറകളെ കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു എന്നുള്ളതാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ, സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങളുമായി നിങ്ങൾ കടന്നു ചെല്ലേണ്ട ഒരു പ്രധാന ഇടം, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അത് മറ്റ് എവിടെയുമല്ല, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലാണ്. ഇന്ന് വലിയ ആംബിഷൻസ് പൂർത്തീകരിക്കുവാൻ വേണ്ടി, അച്ചീവ് ചെയ്യുവാൻ വേണ്ടി ലോകത്തിൻ്റെതായ വഴികളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന, ഓടി തളർന്നിരിക്കുന്ന വലിയ കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. മാതാപിതാക്കളെ കാണുവാൻ കഴിയും, യുവജനങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ ഒരു വ്യക്തിയായിരിക്കാം. അപ്പോ ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങളുമായി നിങ്ങൾ കടന്നു ചെല്ലേണ്ട
ആദ്യ ഇടം പോയിന്റ് എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠമാണ്. തലമുറകളെ കുറിച്ചുള്ള ആംബിഷൻസുകൾ, ഡ്രീംസുകൾ, അതിനെ അച്ചീവ് ചെയ്യാൻ, സ്വപ്നങ്ങളെ നിവർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ മറ്റ് പല ഡോറുകളിൽ, ഇടങ്ങളിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന, ചില പോയിന്റുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫസ്റ്റ് പ്രിഫറൻസ്, ഫസ്റ്റ് പോയിന്റ് യേശു ക്രിസ്തുവിന്റെ അടുക്കലാണ്. ഈ സബദിപുത്രന്മാരുടെ മാതാവ് തന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളുമായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതൊക്കെയും നിങ്ങൾക്ക് നൽകി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വചനം പറയുന്നു. എന്റെ ഹൃദയത്തില് നല്ല ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരുവാൻ കഴിയുന്നവനാണ് ദൈവം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ മാതാവേ, പിതാവേ, യൗവനക്കാരി, നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല സ്വപ്നങ്ങളെ പൂവണിയിച്ചു തരുവാൻ കഴിയുന്നവൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവന്റെ അടുക്കലേക്ക് വരിക എന്നുള്ളതാണ് പ്രാരംഭമായി നമ്മുടെ സ്വപ്നത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നാം ചെയ്യുവാനുള്ളത്. യേശുവിന്റെ അടുക്കൽ നിങ്ങൾ കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ സ്വപ്നങ്ങളുമായി യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഒരു പുതിയ തീരുമാനമെടുത്ത് ആ യേശുവിന്റെ അടുക്കലേക്ക് ചുവടുകൾ വയ്ക്കുക. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നൽകി തരും. സബദിപുത്രന്മാരുടെ മാതാവിൽ നിന്ന് ഒന്നാമത്തെ ഒരു ചാപ്റ്റർ നമുക്ക് പഠിപ്പാനുള്ളത് തലമുറയെ കുറിച്ചുള്ള ആഗ്രഹങ്ങളുമായി യേശുവിന്റെ അടുക്കൽ കടന്നു വന്നു. രണ്ട്, ചാപ്റ്റർ 2, ഈ മാതാവിൽ നമുക്ക് പഠിപ്പാനുള്ളത് അവൾ യേശുവിനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ ആരാധിക്കുന്ന ഒരു മാതാവായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. യേശുവിനെ ദൈവമായിട്ട് അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്ത് അവനെ ആരാധിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന ഒരു മാതാവായിരുന്നു. അപ്പോ ഈ മാതാവിൽ നിന്ന് നാം പഠിക്കേണ്ട മറ്റൊന്ന്, നിങ്ങളുടെ തലമുറയുടെ മുമ്പിൽ കർത്താവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കുക നിങ്ങൾ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവിനെ സ്നേഹിച്ച് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ആവുക നിങ്ങൾ. ഈ മാതാവിനെ പോലെ കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അവനെ മാത്രം ലക്ഷ്യമാക്കി ജീവിപ്പാൻ നമുക്ക് കഴിയണം. ലെസൺ 3, അവനെ അനുഗമിക്കുവാനുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ? മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 55-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഗലീലിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം, മരണം. ഇങ്ങനെ ഗലീലിൽ നിന്ന് അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ 56-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവരിൽ മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും സെബദി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് മറ്റൊരു ആശയം. യേശുവിന്റെ ശുശ്രൂഷയിൽ യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചവരുടെ ലിസ്റ്റിൽ ഈ സെബദി പുത്രന്മാരുടെ അമ്മയുണ്ടായിരുന്നു. ഈ മാതാവ് യേശു ക്രിസ്തുവിന്റെ വളരെ നല്ല ഒരു ഫോളോവർ ആയിരുന്നു.
യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതം കൊണ്ടും തനിക്കുള്ള നന്മ കൊണ്ടും അനുഗമിച്ച ശുശ്രൂഷിച്ചു പോന്ന ഒരു സ്ത്രീയായിരുന്നു സബദി പുത്രന്മാരുടെ ഈ അമ്മ. ഈ മാതാവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ലെസൺ, മൂന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതം കൊണ്ടും നമുക്കുള്ള നന്മ കൊണ്ടും കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, ജീവിത അവസാനം വരെ അനുഗമിക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളായിരിക്കണം നാം. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ കൊണ്ടും കർത്താവിനെ നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ മറ്റ് എന്തിനേക്കാൾ ശ്രേഷ്ഠകരമെന്ന് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ പാത വലിയതെന്ന് എണ്ണി പിന്തുടരുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ മാതാവിൽ നിന്ന് നമുക്ക് കണ്ടെത്തുവാനുള്ള വലിയ ഒരു പാഠം അതാണ്. ഈ മാതാവ് ഏതോ ഒരു സുപ്രഭാതത്തിൽ കടന്നു വന്ന് എൻ്റെ മക്കളെ ഇന്നെന്നെ പോലെ ആക്കണം എന്ന് യേശുവിൻ്റെ അടുക്കൽ കേവലം റിക്വസ്റ്റ് ചെയ്യുവാൻ കടന്നു വന്നതല്ല. പകരം താൻ കർത്താവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ജീവിതത്തിലെ മുഴുവൻ സമയവും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ലോകത്തിലുള്ള മറ്റേത് പൊസിഷനേക്കാൾ, മറ്റേത് പദവിയേക്കാൾ ക്രിസ്തുവിനോടുകൂടെ അവന്റെ മഹത്വത്തിൽ ഏറ്റവും തോളോട് തോൾ ചേർന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം തൻ്റെ തലമുറ എന്ന് ഈ മാതാവ് ആഗ്രഹിച്ചു എങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ഒരു ദൈവദൂത്, ലോകത്തിലെ മറ്റ് ഏതിനേക്കാൾ ശ്രേഷ്ഠകരമായ പദവിയും ഗ്രേറ്റസ്റ്റ് ആയ ഒന്ന് യേശുവിനോട് കൂടെ, അവന്റെ മഹത്വത്തോടു കൂടെ, അവന്റെ രാജ്യത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളുമായിരിക്കും. അതിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് വലിയ പ്രേരണകൾ, ആ താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകി തരട്ടെ. മാതാവിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തൻ്റെ തലമുറകൾ കർത്താവിന്റെ മഹത്വത്തോടു കൂടെ ഏറ്റവും ചേർന്നിരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. എത്ര മാതാപിതാക്കന്മാർ, എത്ര പേർ, എത്ര യൗവനക്കാർ അത് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആയിരിക്കുന്ന തലത്തേക്കാൾ എൻ്റെ കർത്താവിനോട് കൂടെ ചേർന്ന് പറ്റിച്ചേർന്ന് ഇരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയത് എന്ന്. മാതാപിതാവേ, നിങ്ങളുടെ തലമുറകളെ കുറിച്ച് നിങ്ങൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ബിസിനസ്സുകാർ ആകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി കൂടെ ഏറ്റവും ഉയർന്നത് എൻ്റെ കർത്താവിനോടുകൂടെ അവന്റെ മഹത്വത്തോടുകൂടെ ചേർന്നിരിക്കുന്ന ഒന്നായിരിക്കണം എൻ്റെ തലമുറ എന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ലോകത്തിന്റെ പൊസിഷനുകൾ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അതിനുവേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കി അതിനുവേണ്ടി ആരോഗ്യവും സമയവും ചെലവാക്കിയ മാതാപിതാക്കൾ, മക്കൾ ആ പൊസിഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നീട് ആ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ കഴിയാതെ അവർ അവരുടെ ഇഷ്ടമുള്ള വഴികളിലേക്ക് കടന്നു പോകുമ്പോൾ അതിനെ ഓർത്ത് നെടുവീർപ്പിടുന്ന വലിയ കൂട്ടം ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കി, അതെല്ലാം ഒരു ചൂണ്ടുവലകയായി മനസ്സിലാക്കി അതിനേക്കാൾ ഏറ്റവും വലിയത് കർത്താവിനോടുകൂടെ എൻ്റെ തലമുറകൾ ആയിരിക്കുക എന്നുള്ളത് ചിന്തിക്കുക. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാൻ കഴിയട്ടെ. ഹന്നായെ കുറിച്ച് നാം വചനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ തനിക്കൊരു തലമുറയെ തന്നാൽ അവൻ ഈ ദൈവാലയത്തിൽ വളരുമെന്ന് അവൾ നേർച്ച നേർന്നു. തൻ്റെ തലമുറയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഡിസയർ, സ്വപ്നം ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ മഹത്വത്തിൽ
ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഗ്രേറ്റ് ഡ്രീംസ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഡ്രീംസുകൾ പുറത്തു വരട്ടെ. എൻ്റെ തലമുറ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, അവൻ്റെ മഹത്വത്തിൽ, അവൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം. ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഓണറായിട്ടുള്ള, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം എൻ്റെ തലമുറ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും, തെറ്റില്ല. പക്ഷെ അതിനേക്കാൾ എല്ലാം വളരെ മഹത്വകരമായത് കർത്താവിനോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഹന്ന അങ്ങനെ ചിന്തിച്ചപ്പോൾ, അവൾ അതിനുവേണ്ടി അവളുടെ മുഴുവൻ എഫേർട്ട് ഇട്ടപ്പോൾ, അവളുടെ ജീവിതത്തെ അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്തപ്പോൾ, അവളുടെ സ്വപ്നങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്തപ്പോൾ, തലമുറയെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടത്ത് ആലയത്തിൽ കൊണ്ട് വന്ന് നിർത്തിയപ്പോൾ, അതിനുവേണ്ടി അവൾ വിട്ടുകൊടുത്തപ്പോൾ, ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിൽ, ആ രാജ്യത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു പ്രവാചകനായി തൻ്റെ തലമുറ പുറത്തു വന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ ഭാവി ദൈവത്താൽ ബ്ലെസ്സിംഗ് ആയി തീരുവാൻ, ദൈവം ഉപയോഗിക്കുന്ന വിധത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശത്ത്, പട്ടണത്തിൽ, രാജ്യത്ത് തീരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. അതിനായി പരിശുദ്ധ